നമസ്കാരം. കൊല്ലവർഷം 1200 ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. കൊല്ലവർഷം 1199 കർക്കടക മാസം 32-ാം തീയതി, അതായത് ഓഗസ്റ്റ് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 7:46 പൂരാട നക്ഷത്രം 2-ാം പാദത്തിൽ ധനുക്കൂറിലാണ് ചിങ്ങരവി സംക്രമം സംഭവിക്കുന്നത്. ഈ മാസത്തിൽ സ്വാഭാവികമായും സൂര്യൻ ചിങ്ങത്തിലും, ചൊവ്വ ഓഗസ്റ്റ് മാസം 26 വരെ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും, ബുധൻ ഓഗസ്റ്റ് 22 കർക്കിടകത്തിലും സെപ്റ്റംബർ 4 ചിങ്ങത്തിലും പ്രവേശിക്കും. ശുക്രൻ സെപ്റ്റംബർ 4 കന്നിയിലേക്ക് പ്രവേശിക്കും. മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും ഈ മാസം ഗ്രഹപ്പകർച്ച ഉണ്ടാവില്ല. സംക്രമ സമയത്ത് ഭാഗ്യധാരക സ്ഥിതി മകം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലാണ്. അതനുസരിച്ച് സ്റ്റെല്ലാർ അസ്ട്രോളജി കൂടി ഉൾപ്പെടുത്തി ഗണിച്ചെടുത്ത ഫലങ്ങളാണ് ഇവിടെ ചേർക്കുന്നത്. പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. ഓരോ വ്യക്തിയും ജനിച്ച ജനന സമയം, ലഗ്നം, അവരുടെ ദശ അപഹാരകാലങ്ങൾ, ചാരവശാൽ അനുഭവിക്കുന്ന ഫലങ്ങൾ, ഇവയെല്ലാം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാമെങ്കിലും പൊതുവായി എല്ലാവർക്കും ഓരോ നാളുകാർക്കും കൂടുതലായി അനുഭവത്തിൽ വിടാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. ചോതി. ഇവർക്ക് പൊതുവെ ഗുണാനുഭവങ്ങൾ അധികരിച്ചു നിൽക്കുകയും ദോഷഫലങ്ങൾ കുറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന മാസമാണ്. തൊഴിലന്വേഷകർക്ക് അനുകൂല ഫലങ്ങളുണ്ടാകും. വിവാഹാലോചനകളിൽ തീരുമാനമുണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. സഹോദരങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടതായി വരാം. അങ്ങനെ ഒരു കാര്യം കൂടുതലായിട്ട് കാണുന്നുണ്ട്. സഹപ്രവർത്തകരുമായി ചെറിയ ഭിന്നതകൾ ഉടലെടുക്കുമെങ്കിലും അത് ശാശ്വതമായി പരിഹരിക്കപ്പെടും. പെരുമാറ്റത്തിൽ കൃത്രിമം കലർത്തി മറ്റുള്ളവരുടെ വിരോധം സമ്പാദിക്കാതെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇരുചക്ര വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. സ്വജനങ്ങളിൽ നിന്ന് ഏതെങ്കിലും കാരണത്താൽ അകന്നു കഴിയേണ്ടി വരിക, ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് യാത്ര ചെയ്യുക, ഇതൊക്കെ ഇവർക്ക് ഉണ്ടാകുന്ന അനുഭവത്തിൽ വരാൻ ഇടയുള്ള ഫലങ്ങളാണ്. ദോഷശമനത്തിനായിട്ട് ഇവർ കൃത്യതയോടുകൂടി ഗണപതിയാണ് ഭജിക്കേണ്ടത്. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നെയ്വിളക്ക് കൊളുത്തി ഗണപതിയെ ഭജിക്കുക. സാധിക്കുന്നവർ ഗണപതിക്ക് മാസത്തിൽ ഒരു തവണ ഗണപതി ഹോമം നടത്തി പ്രീതി വരുത്തുക മുതലായ കാര്യങ്ങൾ ഉത്തമമാണ്. കൂടാതെ ഈ മാസത്തിലെ ചോദ്യനാളിൽ ഗണപതിക്ക് ഒരു തവണയെങ്കിലും കറുകമാല ചാർത്തിച്ച് നടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ്.